അഭിഷക്തൻ പറയുവാടെയാ, ദൈവമേ ഈ 3000 പേർ ഒന്നുമല്ലപ്പാ, ലക്ഷക്കണക്കിന് ആത്മാക്കൾ നമ്മുടെ സിറ്റിയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്ന് ലഹരിക്ക് മ്ലേച്ഛ പ്രവൃത്തികൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവമേ എന്റെ ഉള്ളൊരു ആത്മഭാരം തോന്നുന്നപ്പാ, ആത്മാക്കളെ അങ്ങ് രക്ഷിക്കണമേ, ആത്മാക്കളെ വിടുവിക്കണമേ. അദ്ദേഹം അർദ്ധരാത്രി 12 മണി മുതൽ വെളുപ്പം കാലം 4 മണി വരെ ആലയത്തിന്റെ അകത്ത് കടന്നുപോയി പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കണ്ട ആലയത്തിലെ എൽഡർമാർ അദ്ദേഹത്തിനോട് വന്ന് ചോദിച്ചു, പാസ്റ്റർ ആലയത്തിന്റെ അകത്ത് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞു, ധൈര്യമായി കടന്നു വരിക. അങ്ങനെ അനേകർ അത് കൂടി വന്നു ആ പ്രാർത്ഥനകൾ തുടരുവാനിടയായി. ഹല്ലേലൂയ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു സഭ ആരാധനയുടെ മധ്യത്തിൽ ആരാധന രാവിലെ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് നിർത്തുവാൻ പറ്റുന്നില്ല. ജനം ആത്മാവിൽ അന്യഭാഷകളിൽ സംസാരിച്ച് നിർത്താൻ പറ്റാത്ത രീതിയിൽ ആരാധിക്കുന്നു. അദ്ദേഹം വൈകുന്നേരമായപ്പോഴാണ് ആരാധന അവർ പിടിച്ചു നിർത്തുവാനിടയായത്. അദ്ദേഹം പറയുവാനിടയാ, ഇത് പരിശുദ്ധാത്മാവിന്റെ ഉണർവാണ്. ഹല്ലേലൂയ. ഇത് ഇത്രയും നാൾ നടന്നതല്ല, എന്തോ വ്യത്യസ്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യുവാൻ പോകുകയാണ്. അങ്ങനെ അദ്ദേഹം അനൗൺസ് ചെയ്യാനിടയായി, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഈ ഓരോ ദിവസങ്ങളും, ഈ ഓരോ ആഴ്ചകളിൽ ഓരോ ദിവസങ്ങളും രാവിലെയും വൈകുന്നേരവുമായി ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥനാ യോഗങ്ങളുണ്ട്. ആഗ്രഹിക്കുന്ന സകലരും കടന്നു വരിക എന്ന്. ഹല്ലേലൂയ. അങ്ങനെ പിറ്റേന്ന് രാവിലെ തിങ്കളാഴ്ച 3000 പേർ കടന്നു വരുവാണ്ട്. ഹല്ലേലൂയ. ആ രാവിലത്തെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത 3000 പേർ 3000 അകത്ത് കയറി ഉടനെ സീറ്റെല്ലാം ഫില്ലായ ഉടനെ അവർ ഗേറ്റ് ക്ലോസ് ചെയ്യും. അടുത്ത 3000 പേർ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം എന്താണ്? ഉണർവ്. ഹല്ലേലൂയ. ജനങ്ങളിൽ രൂപാന്തരം സംഭവിച്ചു. ഈ ഉണർവിന്റെ ഞാൻ പറയുവാണെയാ, ഉണർവിന്റെ യഥാർത്ഥ മീനിങ് ട്രാൻസ്ഫോർമേഷൻ ആണ്, രൂപാന്തരമാണ്. ഔട്ട്പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് ഉണർവ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷമാണ്, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലുകളാണ് ഉണർവെന്ന് കാണുവാനായി സാധിക്കുന്ന ഒരു കാര്യം പറയട്ടെ. നമ്മൾ ആരുമല്ല റിവൈവലിസ്റ്റ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഉണർവിന്റെ നായകൻ. ആ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ ഉണർവുണ്ടാകത്തുള്ളൂ. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇവാൻ റോബർട്ട്സ് പറഞ്ഞതുപോലെ, ലോർഡ് ബെൻഡ് us, O Lord, ദൈവമേ നമ്മളെ കുനിക്കുമാറാകണമേ. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തെടുക്കുവാനായി കഴിയത്തുള്ളൂ. അങ്ങനെ ആ ഉണർവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മീറ്റിങ്ങുകൾ നടക്കുകയാണ്. അനേകർ ദേശങ്ങളിൽ രൂപാന്തരപ്പെട്ട് ആലയത്തിലേക്ക് കടന്നു. അനേക മാസങ്ങൾ, ആഴ്ചകൾ ആ മീറ്റിംഗ് അങ്ങനെ തുടർമാനമായി എല്ലാ ദിവസവും നടത്തപ്പെടുവാനിടയാ. ഹല്ലേലൂയ. അതുപോലെ ഒരു ഉണർവ് നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ വർഷം ഉണ്ടാകുവാനിടയാ. ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റിയിൽ ഒരു ചർച്ചിന്റെ അകത്ത് ആ ഉണർവ് ഉണ്ടാകുവാനിടയാ. ഹല്ലേലൂയ. അവർ ഉപവാസ പ്രാർത്ഥനയായിട്ടാണ് ക്രമീകരിച്ചത്. ഒടുവിൽ ഒരു അഭിഷക്തൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവർക്ക് പോലും നിർത്താൻ പറ്റാത്ത രീതിയിൽ അവർ പറയുവാനിടയായി, പെൻസക്കോളയിൽ നടന്ന അതേപോലത്തെ ഉണർവാണ് ഇന്ന് ബാംഗ്ലൂരിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അഭിഷക്തന്മാർക്ക് ആർക്കും നിർത്തുവാൻ പറ്റാത്ത രീതിയിൽ ആ ഉണർവ് മുൻപോട്ട് പോകുവാനിടയായി. അവിടെ അവർ വച്ചിരുന്ന ഷെഡ്യൂൾ ഡേറ്റ് കഴിഞ്ഞു, ഉപവാസ പ്രാർത്ഥന ഡേറ്റ് കഴിഞ്ഞു. പിറ്റേ ദിവസവും ആരാധനകൾ നടക്കുകയാണ്, പ്രാർത്ഥനകൾ നടക്കുകയാണ്. അവർ പോലും യൂട്യൂബിൽ ലൈവ് ഉണ്ട്. അവർ പോലും ക്ഷണിക്കാതെ കേരളത്തിൽ നിന്ന് അനേക വലിയ വലിയ അഭിഷക്തന്മാർ ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് കയറി അവിടെ ചെല്ലുവാണ്. കാരണം എന്താണ്? അവർക്ക് മനസ്സിലായി, ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, മൂന്നാം ലോക മഹാ ഉണർവ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് തുടക്കം. അത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അതിന്റെ ഒരു ട്രയൽ ആയിരുന്നു ബാംഗ്ലൂരിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചത്. ഹല്ലേലൂയ. അനേക അഭിഷക്തന്മാർ അവിടെ കൂടി വരുവാണെയാൽ അനേക നൂറിൽ അധികം ദിവസം ആ മീറ്റിംഗ് തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുവാനിടയായി. അനേക ആത്മാക്കൾ, അനേക ദൈവജനം, അനേക അഭിഷക്തന്മാർ ഒരുമിച്ച് കൂടി വരുവാനിടയായി. അവസാനം അവർ വലിയൊരു ഓഡിറ്റോറിയത്തിലേക്ക് അത് മാറ്റുവാനിടയായി. പിന്നെ അത് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനിടയായി. ആ ഉണർവിന് അവർ ഹോളി സ്പിരിറ്റ് റിവൈവൽ ഇൻ ഇന്ത്യ ടു നേഷൻസ്, അത് ലോക രാജ്യങ്ങളിലേക്ക് ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെൻസക്കോളയിൽ ഉണ്ടായതുപോലെ നമ്മുടെ ഇന്ത്യയിലും ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളിനി കാത്തിരിക്കുന്നത്, ഞാൻ പറയുവാനിടയായി, മൂന്നാം ലോക മഹാ ഉണർവിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. 2005 ഇന്ത്യയിൽ ഉണർവുണ്ടാകുവാനിടയായി. മഹാരാഷ്ട്രയിൽ പൂനെയിൽ പണ്ഡിറ്റ് രമാബായി എന്ന് പറയുന്ന ഒരു സ്ത്രീയിലൂടെ ഉണർവുണ്ടാകുവാനിടയായി. ഹല്ലേലൂയ. ചരിത്രകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, അവിടെ അവർ ചില കുഞ്ഞുങ്ങൾ അവരുടെ കൂടെയുണ്ട്. ചില കുഞ്ഞുങ്ങളുടെ തലയിൽ തീ പിടിക്കുവാനിടയായി. ഹല്ലേലൂയ. എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ റിവൈവൽ മീറ്റിംഗിന് കഴിഞ്ഞ ഫെബ്രുവരി മാസം നടന്ന മീറ്റിംഗിൽ സാംബാസ്റ്റർ രാത്രി പറയുവാനിടയായി, പൂനെയിലെ
ഉണ്ടായ ആ ഉണർവിനെ പറ്റി, ആ ഉണർവ് അവിടെ ഉണ്ടാകുവാനിടയ, ഒരു സ്ത്രീയിലൂടെ ഉണർവ് ഉണ്ടാകുവാനിടയ. ഹല്ലേലൂയ. എത്ര പേർ പകൽക്കാലം സന്തോഷത്തോടെ ആയിരിക്കുന്നു? ദൈവത്തിന് ഉണർവിന് ആണെന്നില്ല പെണ്ണെന്ന് വിഷയമില്ല. സാമ്പാസ്റ്റർ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, കളർ വേറെ പവർ വേറെ. ഹല്ലേലൂയ. ദൈവത്തിന് കളർ വിഷയമല്ല, പൊക്കം വിഷയമല്ല, വണ്ണം വിഷയമല്ല, കഴിവുകൾ വിഷയമല്ല. ദൈവത്തിന് പവറാണ് വിഷയം. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നതെന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ജോൺ വെസ്ലിയിലൂടെ ഇംഗ്ലണ്ടിൽ ഉണർവുണ്ടാകുവാൻ ഇടയായി. അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്നതുപോലെ ചില ഉണർവുകൾ തീ പിടിച്ചത് നമ്മുടെ ഇന്ത്യയിൽ ആ അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്നതുപോലെ തീ പിടിക്കുവാനിടയായി. അനേക തലമുറകളുടെ തലയിൽ തീ പിടിക്കുവാനിടയായി. അപ്പോസ്തല പ്രവൃത്തി അഗ്നിജ്വാല വെളിപ്പെട്ടതുപോലെ, അസോസ സ്ട്രീറ്റിൽ തീ ഇറങ്ങിയതുപോലെ, DL മൂഡിയിലൂടെ അമേരിക്കൻ നാടുകളിൽ, യൂറോപ്യൻ നാടുകളിൽ ഉണർവ് കടന്നു വരുവാൻ ഇടയായെന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഒരാൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 40-ാം വാക്യം ശബ്ദമുയർത്തി വായിച്ചാട്ടെ. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷി പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ച് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ആമേൻ. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ആമേൻ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഹല്ലേലൂയ. 4-ന്റെ 4 കൂടെ ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ അഭിഷേകം കഴിഞ്ഞ നിമിഷങ്ങളിൽ പറയുവാനിടയായി, നമ്മൾ വിശ്വാസിയിൽ നിന്ന്, ഇരിപ്പിൽ നിന്ന് നമ്മൾ ശിഷ്യന്മാരാകേണ്ടത് ആവശ്യമാകുന്നു. ഹല്ലേലൂയ. 4-ന്റെ 4-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആകുവാൻ ഇടയായി. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ വചനത്തിലൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രൂപാന്തരങ്ങൾ നടക്കുവാനിടയായി. ഹല്ലേലൂയ. ഉണർവിന്റെ പ്രത്യേകതയാണ് ജനത്തിന്റെ ഉള്ളിൽ രൂപാന്തരം കൊണ്ടുവരും. അവർ പോലും അറിയാതെ കുറ്റബോധം അവരുടെ ഉള്ളിൽ കടന്നു വരുവാനിടയാകും. ഹല്ലേലൂയ. ഇവാൻ റോബർട്സിന്റെ വേറൊരു പ്രത്യേകതയാണ്, ഇവാൻ റോബർട്സ് വചനമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അനേകർ കടന്നു വരും. അദ്ദേഹത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർ കരയുവാനിടയാകും, പാപബോധം കൊണ്ട് നിലവിളിക്കുവാനിടയാകും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ വചനം സംസാരിച്ചപ്പോൾ, അധികാരത്തോടെ വചനം സംസാരിച്ചപ്പോൾ ജനം വിശ്വസിക്കുവാൻ ഇടയായി. 2-ന്റെ 40 നമ്മൾ വായിക്കുവാനിടയായി. 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, പിന്നെ മഹാപുരോഹിതനും സാധുക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിൽ ആക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്ത് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അധികാരത്തോട് ഘോഷിക്കുന്നത് കണ്ട് അപ്പോസ്തലന്മാരെ പുരോഹിതന്മാർ, അതായത് യേശുവിന്റെ ശത്രുക്കൾ, അവരെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുവാണ്. പക്ഷേ അവർ അതിനകത്ത് ഒതുങ്ങിയില്ല, പുറത്ത് വരുവാനിടയായി. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, പിശാച് എത്ര അടിച്ചമർത്തുവാൻ ശ്രമിക്കും തോറും, സാമ്പാസ്റ്ററിന്റെ വാക്കുകളാണ്, അടിച്ചമർത്തുവാൻ ശ്രമിക്കും തോറും കുതിച്ചു പൊങ്ങുന്ന ഒന്നാണ് സുവിശേഷം. പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. അടിച്ചമർത്തും തോറും കുതിച്ചു പൊങ്ങുന്ന ഒന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് സുവിശേഷം. അവരെ ഒത്തിരി പ്രതിസന്ധികൾ അവർ അനുഭവിക്കുവാനിടയായി. അപ്പോൾ അവർ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ദൂതന്മാർ അവരെ ആശ്വസിപ്പിക്കുവാനിടയായി, അവർ പുറത്തു കൊണ്ടുവരുവാനിടയായി, അവർ വീണ്ടും ശക്തിയോടെ തിരുവചനം പ്രസംഗിക്കുവാൻ ഇടയായി നമുക്ക് കാണുവാനായി സാധിക്കുന്നു. 6-ന്റെ 7-ാം വാക്യത്തിന് പ്രകാരം കാണുന്നു, ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഹല്ലേലൂയ. ആ വചനം ഒന്ന് കണ്ടേ. പുരോഹിതന്മാരിലും അധികം പേർ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി, ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ. ഒത്തിരി പുരോഹിതന്മാർ ശിഷ്യന്മാരെ പഴിച്ചവർ, ശിഷ്യന്മാരെ കാരാഗ്രഹത്തിൽ അടച്ചവർ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ, എത്ര ഗവൺമെന്റ് എതിരായാലും, എത്ര അധികാരികൾ എതിരായാലും അവരെയും ഈ ഉണർവിന്റെ അകത്ത് കൊണ്ടുവരുവാൻ നമ്മുടെ പരിശുദ്ധാത്മാവ് ശക്തനാണ്. ഹല്ലേലൂയ.
അവിടെ കാണുന്ന പ്രകാരമാണ് ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ഹല്ലേലൂയ. എന്താണ് എണ്ണം പെരുകുവാനിടയായത്? വിശ്വസിച്ചവർ, അവരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ അവർ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആക്കുവാനിടയായി. അവരുടെ ജീവിതങ്ങൾ ഉണ്ടായ മാറ്റങ്ങൾ അവർ അനേകരോട് പറയുവാനിടയായി. അങ്ങനെ അനേകർ ശിഷ്യരായി തീരുവാൻ ഇടയായെന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ദേശങ്ങളിൽ അനേകർ ആ ദൈവത്തിന്റെ സുവിശേഷത്തിലേക്ക്, ദൈവത്തിന്റെ ശിഷ്യന്മാരായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടത് ആവശ്യമാകുന്നു. ഇതിനകത്ത് ഒത്തിരി ശിഷ്യന്മാരെ നമുക്ക് കാണാം, ഒത്തിരി വിശ്വാസികളായി ഇന്നും ഇരിക്കുന്നവരെ നമുക്ക് കാണുവാനായി കഴിയുന്നു. വിശ്വാസിയുടെ പ്രാർത്ഥന പ്രകാരമാണ്, ദൈവമേ എന്റെ കടപ്പാടത്തെ മാറ്റണമേ, എന്റെ രോഗത്തെ മാറ്റണമേ, എനിക്ക് നല്ല ഭവനം തരണമേ, എനിക്ക് നല്ല ഭാവി ജീവിതം, തലമുറകളെ അനുഗ്രഹിക്കണം. പക്ഷേ ശിഷ്യന്റെ പ്രാർത്ഥന ഡിഫറന്റ് ആണ്. ദൈവമേ ആത്മാക്കളെ രക്ഷിക്കണമേ. അതായത് ആ വെൽസിൽ ഉണ്ടായ റിവൈവൽ പോലെ, പെൻസക്കോളയിൽ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചതുപോലെ അവർ ആത്മാക്കളെ കുറിച്ച്, നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ ഉള്ളിൽ ഭാരം ഉണ്ടാകുവാനിടയാകും. ഹല്ലേലൂയ. ആ പെൻസക്കോൾ ഒരു കാര്യം പറയുവാൻ വിട്ടുപോയി. 2 വർഷത്തിനകം 18 ലക്ഷം വിശ്വാസികൾ, അതായത് 18 ലക്ഷം ആത്മാക്കൾ ആലയത്തിന്റെ അകത്ത് ഉണർവിലൂടെ കയറുവാൻ ഇടയായി നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് കാണുവാൻ, അപ്പോസ്തലനായ തോമസ് കേരളത്തിൽ കടന്നു വരുവാനിടയായി. 52കളിലാണ് നമ്മുടെ കേരളത്തിലേക്ക്, ഇന്ത്യയിൽ കടന്നു വന്നത്. 7ഓളം സഭകളെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലായി അദ്ദേഹം പണിതെന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഉണർവിന് വേണ്ടി എന്ത് ചെയ്യുവാനായി കഴിയും? അപ്പോസ്തല പ്രവൃത്തി 1:14 വാക്യത്തിൽ കാണുവാനായി സാധിക്കുന്നു. നമുക്ക് പോളിയോങ്ങിച്ച് പറ്റി അറിയാം, അഭിഷേകത്തിനെ പറ്റി അറിയാം. 8 ലക്ഷത്തോളം വിശ്വാസികളുടെ സഭയാണ് അവരുടെ സഭ. അദ്ദേഹത്തിന്റെ ടീച്ചിങ്ങിൽ പ്രകാരം പറയുവാനിടയാ, ഉണർവിന് ആവശ്യമായ 3 കാര്യങ്ങൾ, അതായത് നമ്മുടെ സഭ വളർന്നതിന്റെ 3 കാര്യങ്ങൾ. 1 പ്രാർത്ഥന, 2 പ്രാർത്ഥന, 3 പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥന കൂടിയ തീരു ഉണർവ് ഉണ്ടാകുവാൻ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ സന്തോഷം അനേകരിലേക്ക് നമ്മൾ പരത്തേണ്ടത് ആവശ്യമാകുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ആ രഹസ്യ വരവെങ്കിൽ നമ്മൾ മാത്രം പോയാൽ പോരാ, നമ്മളെ ശത്രുക്കളും നമ്മുടെ മിത്രങ്ങളും സകലരും സുവിശേഷം അറിയേണ്ടത് ആവശ്യമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദേശമെമ്പാട് നമ്മളിലൂടെ സുവിശേഷം പരക്കട്ടെ. അതിനാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാട്ടെ. ദൈവമേ, അങ്ങയുടെ രഹസ്യ വരവിങ്കൽ എന്നെ എടുക്കപ്പെടുമാറാകണമേ. ഞാൻ സ്വർഗത്തിലേക്ക് അവകാശിയാക്കി അങ്ങനെ മാറ്റുമാറാകണം. എല്ലാ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഓൺലൈനിൽ കേൾക്കുന്നവർ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, അങ്ങയുടെ രഹസ്യ വരവിൽ ഞാൻ തള്ളപ്പെട്ടു പോകല്ലേ, ഞാൻ അന്ത്യക്രിസ്തുവിന്റെ കൂടെ ലോകത്തിൽ ആയി പോകല്ലേ. ഉയർത്തെഴുന്നേൽക്കുവാൻ, ആ രഹസ്യ വരവിൽ പറന്നുയരുവാൻ കർത്താവേ, അങ്ങനെയും എന്റെ കുടുംബത്തെയും എന്റെ സഭയും എന്റെ ദേശത്തെയും അങ്ങ് സഹായിക്കുമാറാകണമേ, ഒരുക്കുമാറാകണമേ. അങ്ങയുടെ മേഘ പ്രത്യക്ഷതയിലേക്ക് ഒരുങ്ങി വരുവാൻ, കടന്നു വരുവാൻ അങ്ങനെ സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അത് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. അന്ത്യകാല ഉണർവിനാൽ അങ്ങ് ഞങ്ങൾ ഉപയോഗിക്കണമേ. ആത്മാവിന് തീയാക്കി മാറ്റുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.